ഹലോ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് നൈറ്റിയിൽ നിന്നും ഷോർട്ട് ടോപ്പ് തയ്ച്ചെടുത്തതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ നൈറ്റിയിൽ നിന്നും ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന പാർട്ട് നമ്മൾ അതേപടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു മേളുവശം യു വരുന്ന താഴെ സ്ക്വയർ വരുന്ന ഒരു രീതിയിലാണ് വരുന്നത്. എനിക്ക് ആക്ച്വലി അത് സ്ക്വയർ ആയിട്ട് തന്നെ വേണമായിരുന്നു. സോ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡെല്ലാം നല്ല നീറ്റായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ട സ്ക്വയർ ഷേപ്പിലേക്ക് അത് മാറ്റുന്നത് നമുക്ക് മിച്ചം വന്ന ലൈനിങ് പീസ് വെച്ച് അടിച്ച് മറിച്ചെടുത്തിട്ടാണ്. എന്നിട്ട് ബാക്കി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ ചെയ്യുന്ന രീതി കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നീറ്റായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ആ രീതിയിൽ അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പം ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർത്തിട്ടിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ ലൈനിങ് ചീത്ത വശത്തേക്ക് കൊണ്ടുവന്ന് അടിച്ച് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് നല്ലൊരു സ്ക്വയർ നെക്ക് കിട്ടും. എനിക്ക് നെക്കല്ല, ആ സ്ക്വയർ പോർഷൻ വന്നിട്ട് എനിക്ക് എൻ്റെ നെക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ പതിച്ചടിച്ചിട്ട് പിന്നെ അത് തിരിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ട് എനിക്കൊരു സ്ക്വയർ പോർഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ സ്ക്വയർ പോർഷൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നല്ല തുണിയില്ലേ സെൻറ്ററിൽ വരാനായിട്ട് നമ്മൾ ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പോർഷനിലേക്ക് ഈ നമ്മളിപ്പം വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് തന്നെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക. നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. 4 വശവും അടിച്ച് ചേർത്ത് വെച്ച് നമ്മൾ നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സെൻറ്റർ പോർഷനിൽ തന്നെ ഈ എംബ്രോയ്ഡറി കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ആ സെൻറ്റർ പോർഷനിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാനലിലേക്ക് ഇത് നമ്മൾ നേരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വീഡിയോ കണ്ട് നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മൾ 4 വശവും നല്ല നീറ്റായിട്ട് അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ബാലൻസ് ഉള്ള നൂലും എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. സോ നമ്മുടെ സെൻറ്റർ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെൻറ്റർ പോർഷൻ ലൈനിങ് വെച്ച് അടിച്ചെടുക്കുവാണ്. സോ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇട്ടിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് എന്നിട്ട് പിന്നെ നമ്മൾ പതിച്ചടിച്ചിട്ട് നേരെ ബാക്കിലേക്ക് ഇട്ട് ചീത്ത വശത്തേക്കിട്ട് അടിച്ച് മറിച്ച് എടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് എല്ലാം കറക്റ്റായി. ഈ സമയം തന്നെ ബാക്കി നമ്മൾ സൈഡിൽ വെക്കുന്ന പോർഷൻ്റെയും എല്ലാം ലൈനിങ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ സെയിം മെത്തേഡിൽ തന്നെ. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഭാഗത്തോട് ചേർത്ത് 2 സൈഡും തയ്ച്ചെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം ഒരു സൈഡ് നല്ല വശവും ചേർത്തിട്ടിട്ട് നമ്മൾ ഒരു സൈഡ് അടിച്ചെടുക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെയാണ് നമ്മൾ നെക്കും സ്ലീവും ഒക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്ക് പോർഷനിൽ ഒരുപാട് പണി വരുന്നില്ല. അത് നമ്മൾ ഒറ്റ പീസായിട്ട് തന്നെയല്ലേ കട്ട് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ ബാക്ക് പോർഷനിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി സ്ലീവും എല്ലാം ഒരേപോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ബാക്ക് പോർഷൻ എടുത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മുടെ സാധാരണ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുവാണേ. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക 2 സ്റ്റിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ നമുക്കത് വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ 2 സ്റ്റിച്ച് കൊടുത്ത് നീറ്റായിട്ട് തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മുടെ 3 പാനലുകളും, അതായത് നടുക്കത്തെ പാനൽ അതുപോലെ 2 സൈഡിലെ പാനൽ എല്ലാം ചേർത്ത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതിന് സെപ്പറേറ്റ് ആയിട്ടല്ല ഷോൾഡറും സ്ലീവും ഒന്നും ചെയ്യുന്നത്, നമ്മൾ ഒറ്റയടിക്ക് തന്നെ ചെയ്യുവാണ്. സോ നമ്മൾ ആദ്യം ഒരു 4.25 ഇഞ്ച് കൊടുത്തില്ലായിരുന്നോ, ആ 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോളിൻ്റെ ഇറക്കമായിട്ട് ഒരു 2 ഇഞ്ച് കൂടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആം ഹോൾ കിട്ടും. ഇനി ബാക്കി നമ്മൾ സ്ലീവിനും ഈ സെയിം ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷോൾഡർ എല്ലാം കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേനും മനസ്സിലാവേ. അപ്പോൾ നമ്മളിവിടെ ആം ഹോൾ വരച്ച് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ബാക്ക് പീസിൽ ആം ഹോൾ കട്ട് ചെയ്തോണേ. ഞാനിതിൽ ബാക്ക് പീസ് കാണിച്ചിട്ടില്ല, കാരണം ബാക്ക് പീസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലൈനിങ് അറ്റാച്ച് ചെയ്യുക, ആം ഹോൾ കട്ട് ചെയ്യുക, ഇത്രയും മാത്രമേ ഉള്ളൂ. സോ നമ്മളിപ്പം ഫ്രണ്ട് പോർഷനിൽ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 4.25 ഇഞ്ചാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇറക്കം നമ്മൾ 2 ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആം ഹോൾ ഇവിടെ കട്ട് ചെയ്ത് കിട്ടും. ഇതിനുശേഷം നമ്മൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഇഞ്ച് വീതി, അതുപോലെ തന്നെ നമുക്ക് 15 ഇഞ്ച് ഇറക്കവും കിട്ടുന്ന 2 പീസ് തുണി എടുക്കുക. 15 ഇഞ്ചാണ് കേട്ടോ വീതി, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് ആണല്ലോ വെക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്നും 1 ഇഞ്ച് വിട്ടു കൊടുക്കണം. ഷോൾഡർ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ആ 1 ഇഞ്ച് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് ആദ്യം തന്നെ കൊടുക്കുക. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ.
അതിനുശേഷം നമ്മളിപ്പോൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ തുണിയിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുത്തിട്ട് അതേ സെയിം ആയിട്ട് നമ്മൾ ആ ആം ഹോൾ അവിടെ മാർക്ക് ചെയ്തെടുക്കുക. 1 ഇഞ്ചിൽ നിന്നും ഇറക്കി വേണം കേട്ടോ വയ്ക്കാൻ, ഇറക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ആ ആം ഹോൾ അതേപടി മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിങ്ങെടുക്കുമ്പോൾ നമ്മുടെ സ്ലീവിലും നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ 2 സ്ലീവിലും ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നമുക്ക് ഇത്രയും വീതി വേണ്ടാത്തത് കൊണ്ട് ഞാനൊരു 13 ഇഞ്ച് വീതി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് വരുന്തോറും കൈക്ക് ഇത്രയും വീതിയുടെ ആവശ്യമില്ലല്ലോ, നമ്മൾ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് തന്നെയാണ് വെക്കുന്നത്. എന്നാലും ഞാനൊരു 13 ഇഞ്ചാക്കി, നമ്മൾ 15 ഇഞ്ച് വീതിയല്ലേ താഴെ എടുത്തിരുന്നേ, താഴെ നല്ല മൊത്തം എടുത്തിരുന്നേ. താഴെ നമ്മൾ ആ 15 ഇഞ്ച് വീതി വേണ്ട, അതൊന്ന് ശകലം കുറച്ച് ഞാനൊരു 13 ഇഞ്ച് വീതിയിൽ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ സ്ലീവ്സ് എല്ലാം ഇലാസ്റ്റിക് ഒക്കെ കയറ്റി അതിനുശേഷം അറ്റാച്ച് ചെയ്യാമെന്നാണ് ഇനി കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്ലീവിനായിട്ട് കട്ട് ചെയ്ത തുണിയിലേക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് 1 ഇഞ്ച് ഇലാസ്റ്റിക് കയറ്റാനായിട്ട് വിട്ടിരുന്നല്ലോ, അപ്പം അത് നമ്മൾ ആദ്യം തന്നെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ അടിപ്പും നമ്മൾ 2 എണ്ണം വെച്ച് അടിപ്പത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഒന്ന് ഓർത്തേക്കണേ. ഞാനത് എടുത്തൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാനതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനുള്ള പോർഷനും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് കയറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് നീളത്തിൽ ആണ് ഇലാസ്റ്റിക് എടുക്കുന്നത്, 8 ഇഞ്ച് നീളത്തിൽ. അപ്പോൾ നമ്മൾ ആ 8 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് 2 എണ്ണം കട്ട് ചെയ്ത് മാറ്റണം, കാരണം 2 സ്ലീവ് ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുക്കുന്നു. നമ്മൾ സാധാരണ ഇലാസ്റ്റിക് ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ ഒരു വശം ഫുള്ളായിട്ട് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് വീണ്ടും ഇലാസ്റ്റിക് വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 2 വശവും കെട്ടിട്ട് നിർത്തുന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇലാസ്റ്റിക് കയറ്റുന്ന കാര്യം, അത് അതേപടി ചെയ്യുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. കാരണം ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കട്ടിങ്ങോ അധികം ഒന്നും വരുന്നില്ല. നമുക്ക് ആ ഷോൾഡറും എല്ലാം നമ്മൾ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഷോൾഡറൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്കതിൽ കിട്ടും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഷോൾഡർ കട്ടിങ്ങോ ഒന്നും വരുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇലാസ്റ്റിക് വലിച്ചെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും കെട്ടിട്ട് കൊടുത്ത് അവിടെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം നമുക്കറിയാം ഇലാസ്റ്റിക് കയറ്റുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഫ്രിൽ മോഡലൊക്കെ വരും. സോ നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ചെയ്തെടുത്ത സ്ലീവ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ആം ഹോളും കട്ട് ചെയ്തല്ലോ, സ്ലീവിലും കട്ട് ചെയ്തു, ടോപ്പിലും കട്ട് ചെയ്തു. അപ്പോൾ ആ ആം ഹോളിൻ്റെ പോർഷൻ അതേപടി തന്നെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ടിട്ട് തുടക്കത്തിൽ കെട്ടിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മൾ അതേപടി അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം അറ്റാച്ച് ചെയ്യാൻ. തുടക്കത്തിൽ കെട്ടിടാനും മറക്കരുത്. അപ്പോൾ കെട്ടിട്ട് തുടങ്ങുക. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ആ പോർഷനിൽ നിന്നും നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഒരു ശകലം ഉണ്ടല്ലോ, അതിനനുസരിച്ച് തയ്യൽ തുമ്പും വിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ചായി കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും, നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഷോൾഡർ എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് അടിച്ച് നിർത്തുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാക്ക് പോർഷനുമായിട്ടും നമ്മുടെ സ്ലീവുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഞാനത് വീഡിയോയിൽ എടുത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഷോൾഡറും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സെയിം ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ബാക്കിലും ആം ഹോളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളും ബാക്ക് പോർഷൻ്റെ ആം ഹോളും കൂടെ ഒന്നിച്ചിട്ട് തയ്ച്ചെടുത്താൽ നമുക്ക് ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് താഴെ ഭാഗം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ
ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇലാസ്റ്റിക്കിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്കത് മടക്കി അടിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈവണ്ണം അനുസരിച്ചിട്ടുള്ള ഇലാസ്റ്റിക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക. അത് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഷോൾഡറിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ആ സെയിം മെത്തേഡിൽ തന്നെ ഇലാസ്റ്റിക് നമ്മൾ ആദ്യം ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് കയറ്റി കൊടുക്കുന്നു. അതിനുശേഷം ഒരറ്റം നമ്മൾ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തുമ്പോൾ നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അങ്ങ് ഷേപ്പ് ചെയ്ത് വിട്ടാൽ മതി. സോ ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുക. ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ 2 കൈയിലും ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ടോപ്പ് നമ്മൾ ഏകദേശം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പിങ്ങിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഷേപ്പ് ചെയ്ത് വരിക. എന്നിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ ആ പോർഷനൊക്കെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പൊക്കെ കൊടുത്ത് സാധാ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് എടുത്തതിന് ശേഷം താഴെ ഭാഗവും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പം നമ്മുടെ ടോപ്പിൻ്റെയൊക്കെ നീളം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനപ്പം എനിക്ക് ആവശ്യമുള്ളതിലും ഒരു ഇഞ്ചൊക്കെ കൂടുതൽ ഇട്ടിട്ടാണ് സാധാരണ തുണി വെട്ടിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ വരുവാണെങ്കിൽ ചെയ്തെടുക്കാമല്ലോ. കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ 1 ഇഞ്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ഒത്തിരി കുറഞ്ഞു പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ട് പിന്നെ ഇട്ട് നോക്കി അതിനനുസരിച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷേപ്പിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ടോപ്പൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എനിക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും മനസ്സിലാവും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഞാൻ ഇതിൽ അടി മടക്കി അടിക്കുന്ന ഭാഗമൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സാധാരണ ടോപ്പൊക്കെ അടി മടക്കി അടിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ അടി മടക്കി അടിച്ച് എടുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വശവും ഷേപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ താഴെ ഭാഗം കൂടെ മടക്കി അടിച്ചാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്മയുടെ നൈറ്റിയിൽ നിന്നുള്ള നമ്മുടെ ഷോർട്ട് ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.